അശ്വതി, മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ മാസപ്പടി കേസിൽ CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലോ. ഇന്നലെ വൈകുന്നേരമാണ് ഈ മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 19 മണിക്കൂർ പിന്നിട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. എക്സാലോജിക്ക് CMRL ഇടപാടുകളുടെ രേഖകൾ ഇവർ ഹാജരാക്കിയെന്നും അറിയാൻ കഴിയുന്നു. അശ്വതി തുടരുന്നുണ്ട്. അശ്വതി, എന്തൊക്കെ കാര്യങ്ങളാണ് ED തേടുന്നത്? ഇവരുടെ മറുപടി EDക്ക് തൃപ്തികരമാണോ ഇതുവരെ? ലിബീഷ്, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യലും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി, അതായത് ED കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി വെളിച്ചത്തിലാണ് അത് ക്രോസ് ചെക്ക് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് കമ്പനി CFO സുരേഷ് കുമാർ, അതുപോലെ തന്നെ സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ, സിസ്റ്റംസ് ചുമതലയുള്ള അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെ വിളിച്ചു വരുത്തിയത്. ഈ കേസിൽ ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയെങ്കിലും ശശിധരൻ കർത്ത ഇതുവരെ ഹാജരായിട്ടില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ, CMRന്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ED ഈ കേസിൽ തുടർ നടപടികളിലേക്ക് പോകുക. മാത്രമല്ല, ചോദ്യം ചെയ്യൽ മാത്രമല്ല, ഇതിലെ ഡോക്യുമെന്റുകൾ, ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുകൂടി EDക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ED പോവുക. എന്തായാലും നിലവിൽ ശരി അശ്വതി, എന്തായാലും ചോദ്യം ചെയ്യൽ 19 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു AT അശ്വതി.